ഹലോ ദേവീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചെറിയ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. എന്തായാലും നമുക്ക് ഉച്ചത്തെ ലഞ്ച് മുതലുള്ള വിശേഷം മുതൽ അങ്ങ് പറഞ്ഞു തുടങ്ങാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുവരുമ്പോൾ വളരെ കുറച്ചേ കൊണ്ടുവരാറുള്ളൂ കേട്ടോ. കാരണം കൂടുതലുള്ളവർക്കൊക്കെ നോമ്പായതുകൊണ്ട് തന്നെയല്ല, ഞാൻ തന്നെ കഴിച്ച് തീർക്കണ്ടേ. അങ്ങനെ ഞാൻ ഇന്ന് ചോറിനെ കായത്തോലുപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ ഒരേ ഒരു പീസ് ചിക്കൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ മീൻകറി, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ കാരണം പറയല്ല, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഈവനിങ് ആയപ്പോൾ ഇവിടെ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനും സ്റ്റാഫിനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു എന്നൊരു നോമ്പ് തുറ നമ്മൾ കൊടുക്കാറുണ്ട് ഹോസ്പിറ്റലിൽ, ചെറിയ രീതിയിലാണെങ്കിലും. അപ്പോൾ അത് കൂടുതലുള്ളവർ എടുത്തിട്ട് വന്നപ്പോൾ ഞാൻ നോമ്പൊന്നും ഇല്ലെങ്കിലും ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി അതും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് രജിസ്റ്ററൊക്കെ എഴുതാണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ ഷവർമ ഒന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്താണോ ഇന്ന് അതൊന്നും കഴിക്കാൻ ഒരു ആഗ്രഹം. ഞങ്ങളുടെ ക്യാൻറ്റീനിൽ ഷവർമ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഔട്ട് സൈഡിൽ നിന്ന് ഞങ്ങളത് ഓർഡർ ആക്കി. എന്നിട്ട് ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു അടിപൊളി കോഫിയും കുടിച്ചു, അതോടൊപ്പം ഷവർമയും കൂടി ഞങ്ങൾ സെറ്റാക്കി. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നൊന്ന് കത്തിയടിച്ച് വന്നപ്പോഴേക്കും പുറത്ത് നല്ല ഇരുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ. കാരണം ഇത് കുറച്ചായിട്ട് ശീലമാണ്. ഈ ടൈമൊക്കെ ആവും ഡ്യൂട്ടി കഴിഞ്ഞ് പോകാനായിട്ട്. ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു. ഈ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ അങ്ങനെ ഒരു പേടിയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഒരു പാടമുണ്ട്, ആ പാടത്തിൻ്റെ അവിടെ എത്തുമ്പോൾ എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു പേടി വരും. മാത്രമല്ല അവിടെ എത്തുമ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് പോകുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടും ഉണ്ടാവും എന്തായാലും മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ആ സിംഗപ്പെണ്ണെ ആ പാട്ടൊക്കെ പാടിയിട്ടാണ് പോകാറുള്ളത്. സത്യം പറഞ്ഞാൽ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് മെയിനായിട്ട് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ വീട്ടിലെത്തിയപ്പോൾ പിള്ളേരുടെ ഗുസ്തി, അവരെയൊക്കെ ഒന്ന് സെറ്റാക്കി പഠിക്കാനൊക്കെ ഇരുത്തി കഴിഞ്ഞിട്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ അരിയാനുണ്ടായിരുന്നു, വെജിറ്റബിൾസൊക്കെ. അപ്പോൾ അത് ഒരു കൊത്തവരയ്ക്ക് ഉപ്പേരിക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇരുമ്പാമ്പുളി, കുറച്ച് അച്ചാറിടാനായിട്ട് ഞാൻ ആ ടൈപ്പിന് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ഈസി ആയിട്ട് രാവിലെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോഴാണ് മക്കൾക്ക് ന്യൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് അതും ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഞാനൊന്നും പ്രത്യേകിച്ച് പിന്നെ കഴിച്ചൊന്നുമില്ല കേട്ടോ. ഷവർമ കാരനാണ്, നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല എന്തായാലും. അങ്ങനെ പിന്നെ ഞാനങ്ങ് ഉറങ്ങി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഗുഡ് നൈറ്റ്.